ഗസയുടെ കീഴിലുള്ള 4 കിലോമീറ്റർ നീളമുള്ള ഹമാസിന്റെ ഏറ്റവും വലിയൊരു തുരങ്ക ശൃംഖല കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വെളിപ്പെടുത്തൽ. അയവില്ലാതെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ സേനയുടെ ഹമാസിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. 4 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ശൃംഖലയുടെ ഭൂഗർഭ തുരങ്കത്തിന്റെ കവാടം ഏറീസ് അതിർത്തിയിൽ നിന്ന് 400 മീറ്റർ മാത്രം അകലെയാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. തുരങ്കത്തിന്റെ ചില പ്രദേശങ്ങൾ ഏകദേശം 50 മീറ്ററോളം ഭൂമിക്ക് അടിയിലേക്കുണ്ടെന്നും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്നത്ര വീതിയുള്ളതാണ് എന്നും റിപ്പോർട്ടുകളുമുണ്ട്. വർഷങ്ങളുടെ പരിശ്രമവും കോടിക്കണക്കിന് രൂപയുടെ ഈ തുരങ്ക നിർമ്മാണത്തിന് പിന്നിലുണ്ടെന്നും ഇസ്രായേൽ സേന അറിയിച്ചു. തുരങ്കത്തിന്റെ വീഡിയോയും IDF അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ തുരങ്കത്തിലൂടെ ഇസ്രായേലിലേക്ക് കടക്കാനാകില്ലെന്നും ഇസ്രായേൽ അതിർത്തിക്ക് 400 മീറ്റർ മാത്രം അകലത്തിലാണ് തുരങ്കമുള്ളത് എന്നുമാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത്. നിരവധി ശാഖകളും ജംഗ്ഷനുകളുമുള്ള ഈ തുരങ്കത്തിൽ ഡ്രെയിനേജ് സംവിധാനവും വൈദ്യുതി കണക്ഷനും മറ്റു ആശയവിനിമയ സംവിധാനങ്ങളുമുണ്ട്. മണ്ണുകൊണ്ട് തീർത്ത തറ ഒതുങ്ങിയ രീതിയിലാണ് കാണപ്പെട്ടത്. തുരങ്കത്തിന്റെ ഭിത്തികൾ കോൺക്രീറ്റിലാണ് തീർത്തിരിക്കുന്നത്. പ്രവേശന കവാടം 1.5 സെന്റിമീറ്റർ, അതായത് 1/2 ഇഞ്ച് കട്ടിയുള്ള ഭിത്തികളുള്ള ഒരു ലോഹ സിലിണ്ടർ ആണ്. ഹമാസ് ചിത്രീകരിച്ചതായി പറയപ്പെടുന്ന ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട ഫുട്ടേജിൽ ഒരു ചെറിയ നിർമ്മാണ വാഹനം തുരങ്കത്തിലേക്ക് ഓടിക്കുന്നത് കാണാനാകും. ഭിത്തികൾ നിരത്തുന്നതിന് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് നിറച്ച വിപുലമായ താൽക്കാലിക വെയർഹൌസും ക്രൂഡ് പവർ ടൂളുകൾ ഉപയോഗിച്ച് ഭൂമിക്ക് താഴെ കുഴിയെടുക്കുന്ന തൊഴിലാളികളെയും കാണാൻ സാധിക്കും. ആക്രമണത്തിന് ഉപയോഗിക്കാൻ പാകത്തിലുള്ള ആയുധങ്ങൾ തുരങ്കത്തിൽ സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഈ ഒരു വലിയ തുരങ്ക പദ്ധതിക്കായി ഹമാസ് വൻതോതിൽ പണം ചെലവഴിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേൽ രാഷ്ട്രത്തെയും അതിലെ താമസക്കാരെയും ആക്രമിക്കുക എന്ന ഒരേയൊരു ലക്ഷ്യം മാത്രം നിറവേറ്റാനാണ് ഹമാസ് അങ്ങനെ ചെയ്തത് എന്നും IDF ആർമി സ്പോക്സ്മാൻ പറഞ്ഞു. ഇതിനിടെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയ സ്വന്തം പൗരന്മാരായ ബന്ദികൾ സഹായം തേടിയിരുന്നതിന്റെ തെളിവുകൾ കണ്ടെടുത്തതായും IDF അറിയിച്ചു. ഒക്ടോബർ 7-നാണ് തെക്കൻ ഇസ്രായേലിനെതിരെ ഹമാസ് എന്ന സംഘം അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. 1140ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 250ഓളം പേർ ബന്ദികളാവുകയും ചെയ്തിരുന്നു.